വർഷങ്ങളായി അധികൃതരുടെ മുന്നിൽ നീതിക്കായി മുറവിളി കൂട്ടിയിട്ടും പരിഹാരമില്ലാതെ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ 19-ാം വാർഡിലെ നീലിച്ചിറ. ചിറയുടെ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും സാമൂഹ്യ വിരുദ്ധ ശല്യവും പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 8 കിലോമീറ്ററോളം നീളുന്ന ഇരുമലപ്പടി ചെറുവട്ടൂർ MD കനാൽ വന്ന് അവസാനിക്കുന്ന ഈ ചിറയും ചിറയുടെ പരിസരവും ഇന്ന് മാലിന്യ കൂമ്പാരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരു കാലത്ത് 100-ലധികം കുടുംബങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ആശ്രയമായിരുന്ന ഈ ജലാശയം ഇന്ന് നോക്കുകുത്തിയായി അവശേഷിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജനസമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നിയമ തടസ്സങ്ങൾ പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്ന് വന്ന സർക്കാരുകളുടെ കാലത്തും മൈനർ ഇറിഗേഷൻ വകുപ്പ് കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കിയെങ്കിലും ഫണ്ട് ലഭ്യമല്ല എന്ന സ്ഥിരം പല്ലവിയിൽ പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടു. മാറി മാറി വന്ന ഭരണാധികാരികളുടെയും MLA-മാരുടെയും വാഗ്ദാനങ്ങൾ കേട്ട് മടുത്ത നാട്ടുകാർ പുതിയ MLA ഷിബു തെക്കുമുറത്തിന്റെ ഉറപ്പിലാണ് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ ചിറയുടെ ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ നാട്ടുകാർ ഈ ബന്ധപ്പെട്ട ജനപ്രതിനിധികളായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മുതൽ ഈ ചിറയുടെ ആവശ്യങ്ങളുമായിട്ട് നടക്കുന്നതാണ്. ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഇതിനൊരു പരാതി കൊടുക്കുകയും നാട്ടുകാരെല്ലാം സംഘടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അന്ന് അദ്ദേഹം ഇവിടുത്തെ പെരിയാർ വാലിയോട് ഈ ചിറ വേണ്ട രീതിയിൽ സംരക്ഷിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് പെരിയാർ വാലിയെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. പക്ഷേ പെരിയാർ വാലിയുടെ നിയമപ്രകാരം അവർക്ക് ചിറ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന MLA കുരുവിള സാറിനെ പോയി കണ്ടു. അദ്ദേഹവും ഇത് സംരക്ഷിക്കാമെന്നേറ്റു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിച്ചു. അത് മൈനർ ഇറിഗേഷനിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അതിനുശേഷം ഫണ്ടില്ല എന്ന് പറഞ്ഞ് അത് വീണ്ടും മാറ്റിവെച്ചു. ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായിയുടെ മുമ്പിലും ഈ ആവശ്യവുമായി ചെന്ന് കഴിഞ്ഞ കോതമംഗലത്ത് നടന്ന കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയിൽ വെച്ച് അന്നും മന്ത്രിമാരുടെ ഉപദേശപ്രകാരം മൈനർ ഇറിഗേഷനിൽ നിന്നും ഇതിന് 1 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും താഴോട്ടുള്ള തോടിന് വേണ്ടിയിട്ട് 43 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും നടന്ന പരിപാടിയിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് ഫണ്ട് അനുവദിക്കുമ്പോൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ വീണ്ടും UDFൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ഷിബു തെക്കുമുറത്തിൻ്റെ മുന്നിൽ ഇന്ന് ഈ ആവശ്യവുമായി ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം പരിഹരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ചിറയിലെ വെള്ളവും പരിസരവും മലിനമായതിൽ പിന്നെ ചിറയെ ആശ്രയിച്ചുള്ള ഈ പ്രദേശത്തെ 2 പ്രധാന കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണ്. ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ കാട് കയറി കിടക്കുന്ന അവസ്ഥയിലാണ് നീലിച്ചിറ. MD കനാൽ വഴി ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ മുഴുവൻ കെട്ടിക്കിടക്കുന്നത് ഈ ചിറയിലാണ്. ചിറ നവീകരിച്ച് വെള്ളം സംഭരിക്കാൻ കഴിയാത്തത് മൂലം വേനൽക്കാലത്ത് ഈ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമവും രൂക്ഷമാണ്. 100 ചില്ലാനം കുടുംബങ്ങൾ ഈ ചിറ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു. കുളിക്കാനും കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇന്ന് മറ്റൊരാൾക്കും അതിലിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ ചിറയോടനുബന്ധിച്ച് 2 കുടിവെള്ള പദ്ധതി നിലവിലുണ്ട്. ഈ 2 കുടിവെള്ള പദ്ധതിയിലേക്കും വെള്ളം ശേഖരിക്കണമെങ്കിൽ ഈ ചിറയിൽ വെള്ളം സംഭരിക്കേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി ഈ നാട്ടിൽ ജനങ്ങൾ നെട്ടോട്ടം ഓടുന്ന ഒരവസ്ഥയാണ്. കിണറിൽ വെള്ളം ഉണ്ടാകണമെങ്കിൽ ചിറയിൽ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ചിറയുടെ പരിസരം ഇപ്പോൾ ലഹരി മാഫിയകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും പിടിയിലാണ്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും ഇവിടെ നിർബാധം നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യങ്ങളും ചുറ്റും വളർന്നു നിൽക്കുന്ന കാടും നീക്കം ചെയ്ത് ചിറയുടെ 4 വശങ്ങളും കെട്ടി ജലസംഭരണത്തിന് അനുയോജ്യമായ രീതിയിൽ ചിറ നവീകരിക്കണമെന്നും ചിറയുടെ പരിസരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വിൽപ്പനയ്ക്കും സാമൂഹ്യ വിരുദ്ധ ശല്യത്തിനെതിരെയും അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലൈഫ് മലയാളം, നെല്ലിക്കുഴി.